ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിനീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഞങ്ങളിന്ന് കൃപാസനം പള്ളിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ മാസം എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. ഞാനത് ലേറ്റ് ആയതാണ് ഇടാനായിട്ട്. അപ്പോഴത്തേക്ക് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളത്തെ കൃപാസനം പള്ളിയിൽ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവളപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്, ഞാൻ നമ്മുടെ പുന്നകുന്നത്തുശ്ശേരിയിൽ നിന്നാണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരായിരുന്നു. അവരിപ്പോൾ അങ്ങോട്ട് മാറി താമസിക്കുവാണ്. അങ്ങനത്തെ നമ്മുടെ പുനകുന്നത്തുശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ബസ്സെല്ലാം ചമ്പക്കുളം വഴി കറങ്ങിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അവൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടെ എത്തിയിട്ട് ഞാൻ ആലപ്പുഴയിൽ എത്തിയില്ലായിരുന്നു. അങ്ങനത്തെ ആലപ്പുഴ ബസ് കിട്ടി. ചമ്പക്കുളം വഴി അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡിൽ കയറി നമ്മളത്തെ ചമ്പക്കുളം പാലം കയറി നമ്മൾ അക്കരെ ഇറങ്ങി അങ്ങനെ കഞ്ഞിപ്പാടം വഴിയാണ്, നിങ്ങൾക്ക് ബോർഡ് കാണാമല്ലോ, ചമ്പക്കുളം കഞ്ഞിപ്പാടം വഴിയാണ്. അങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. നല്ലൊരു വ്യൂ അല്ലേ കാണുന്നത്. ഇത് ചമ്പക്കുളം പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ആറാണ് ആ കാണുന്നത്. ഇത് ആറാണ്. ഈ ആറ് നേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ വീട് പുല്ലങ്ങടിയിലാണ്. നമുക്ക് ഇവിടെ കൂടെ ഞങ്ങൾ ഒത്തിരി തവണ വന്നിട്ടുണ്ട്, ബോട്ട് കയറിയൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ ചമ്പക്കുളം പള്ളിയാണ്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് എപ്പോഴും ഇരിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ നേരെയുള്ള കുഞ്ഞു സീറ്റിലാണ് കേട്ടോ. ഞാൻ കയറിയപ്പോഴും എനിക്ക് ആ സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറിയിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ എനിക്കിത് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ആ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ കേട്ടോ. എനിക്കെന്തോ ഒത്തിരി ഇഷ്ടമാണ് ആ സൈഡ്. അപ്പം ഞാൻ കയറിയപ്പോഴും ആ സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി. അപ്പം അത്യാവശ്യം നല്ല മഴയുടെ സമയമായിരുന്നു അത് കേട്ടോ. അപ്പം നല്ല ഒരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ആ ക്ലൈമറ്റ് അത്ര കുഴപ്പമില്ലായിരുന്നു. അങ്ങനത്തെ നമ്മൾ ആലപ്പുഴയിലെത്തി. നല്ല രസത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു ടൂറിസ്റ്റ് ബോട്ടുകളും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഈ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോഴത്തെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ അവൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഞാൻ ഓർത്തവൾ എന്നെ എന്തേലും പറയുന്ന കാര്യം. ഒത്തിരി സമയം അവളവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിയത്. എനിക്ക് ബസ് കിട്ടാൻ ലേറ്റായി ഒരുപാട്. അത് ഇത്രയും കറങ്ങിയായതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അവൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ KSRTC ഒക്കെ നേരം നിൽക്കത്തേ ഞാൻ അവിടെ അടുത്തോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ കൂട്ടുകാരി ജിൻസി. അപ്പോൾ അവൾ പാവമുണ്ട്, ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി, ചേർത്തല ബസ് കയറി. അങ്ങനെ ഞങ്ങൾ കൃപാസനം പള്ളിയുടെ അവിടെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴൊന്നും ഇത്രയും തിരക്ക് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ഇത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആന്ധ്രയിൽ നിന്ന് ഒരു 500ഓളം ആൾക്കാരുണ്ട് കേട്ടോ. എന്തോരം ആളായിരുന്നു. അവർ ഒരേ കളറിലെ തൊപ്പിയൊക്കെ വെച്ച്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. യെല്ലോയും വേറൊരു മെറൂൺ കളറിലെ തൊപ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു. അവർ ആൾ മാറിപ്പോകാതിരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര അവർ ആന്ധ്രയിൽ നിന്ന് വന്നതാണ് കൃപാസനം പള്ളിയിലേക്ക് കേട്ടോ. നമ്മുടെ കൃപാസനം പള്ളിയിലെ അത്ഭുതങ്ങളൊക്കെ അറിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് അവർ അത്രയും ദൂരത്തുനിന്ന് വന്നതാണ്. ഭയങ്കര ആളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല നമുക്ക് കയറാൻ പറ്റുമെന്ന്. അതുപോലെ ആളായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പയർ വിത്ത്, പാവൽ, പിന്നെ തിരി, പിന്നെ ഡ്രസ്സ്, അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൾ, പിന്നത്തെ ഈ സ്വീറ്റ്സ്, പിന്നെ മാല, മുല്ലപ്പൂ മാല, അങ്ങനെ ഒത്തിരി, പിന്നെ കൊന്തകൾ, നമ്മുടെ കൊന്ത മോതിരങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഐസ്ക്രീംകാർ. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കച്ചവടക്കാർ ഈ ചുറ്റുവട്ട പള്ളിയുടെ കൃപാസനം ഇവിടെ നിന്ന് ഫ്രണ്ടിൽ കുറച്ച് അത്യാവശ്യം ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് പള്ളിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ കയറിയപ്പോൾ അത്യാവശ്യം ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു. കാര്യം മഴക്കാറുണ്ടായിരുന്നു, എന്നൊരു ചെറിയ വെയിലൊക്കെ വന്നു. അങ്ങനത്തെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറുവാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ജനമെന്ന് വെച്ചാൽ ഭയങ്കര ജനമായിരുന്നു കേട്ടോ. നമുക്ക് നിന്ന് കൊടുത്താൽ മതി, നമ്മൾ അങ്ങ് ചെന്നോളും. അപ്പം നമ്മൾ കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലും ആ ഹാളിലും ഒക്കെ നല്ല ആളായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അന്ന് ഉടമ്പടിയുടെ ദിവസമായിരുന്നു. ഉടമ്പടി എടുക്കാനായിട്ടാണ് ഇവർ ഇത്രയും പേര് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇത്രയും പേർക്ക് ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ മാതാവിൻ്റെ അത്ഭുതം, മാതാവിനോട് പ്രാർത്ഥിക്കാനൊക്കെ വന്നു. വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസനം പള്ളിയിലേക്ക് വരണം കേട്ടോ. ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ് കൃപാസനം. ഇപ്പോൾ വരണം, വരാതിരിക്കരുത്.
അങ്ങനെ നല്ല ഞങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളവിടെ നിന്നതേ ഉള്ളൂ. നമ്മൾ അങ്ങ് ചെന്നു. അങ്ങനെ ഞങ്ങളുടെ കൃപാസന ഉടമ്പടി ധ്യാന കേന്ദ്രം, അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ, ഓരോരുത്തർക്ക് മാതാവ് കൊടുത്ത അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, അതൊക്കെ സാക്ഷിയായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആരാധന അങ്ങനെയൊക്കെ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പുറത്തെ ഞങ്ങൾ ഈ പോകുന്ന സൈഡിലൊക്കെ ഈ ക്യൂ നിൽക്കുന്നതൊക്കെ ഉടമ്പടി എടുത്തിട്ട്, ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ വന്നവരും ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിക്കാനായിട്ടായിരുന്നു പോയത്. പിന്നെ ഞങ്ങൾക്ക് പത്രം വേണമായിരുന്നു. അങ്ങനെ കൃപാസനത്തിൻ്റെ പത്രം ഞങ്ങൾ 2 വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഉച്ച സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നൊരു 10 മണിയൊക്കെ ആയപ്പോഴായിരുന്നു പോയത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അത് നമ്മുടെ അവിടെയുള്ള ഫ്രണ്ടിലുള്ള ഹോട്ടലിലായിരുന്നു പോയത് കേട്ടോ. ഈ കാണുന്നത് പള്ളിയാണ്. ഈ പള്ളിക്കകത്താണ് സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാവിൻ്റെ മുന്നിൽ ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കുമ്പസാരത്തെ ഇത് ജിൻസി അവളും ഫോട്ടോ എടുക്കുമായിരുന്നു. ഇതാണ് ചാപ്പൽ കേട്ടോ. ഇവിടെ ധ്യാനവും ആരാധനയും സാക്ഷിയൊക്കെ നടക്കുകയാണ്. അവിടെ നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കാണുന്നത് കുമ്പസാരിക്കാൻ സൗകര്യമുണ്ട്. ക്രിസ്ത്യൻസിനൊക്കെ കുമ്പസാരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഹാളാണ് ഈ കാണുന്നത്. ആ ഹാളത്തെ അവിടെ നീണ്ടു നിൽക്കുന്ന ക്യൂ എന്ന് വെച്ചാൽ തേന്, ഉപ്പ് അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കാണുന്നത്. അവിടുത്തെ ക്യൂ കഴിഞ്ഞ് ഞങ്ങൾ മാതാവിനെയൊക്കെ മുത്തിയിട്ട് വെളിയിലേക്ക് വന്നു. ഇതിനു മുമ്പ് അവിടെ തിരിയെല്ലാം കത്തിച്ച് എല്ലാം നമുക്ക് വെക്കാം. ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. തിരിയെല്ലാം ഉണ്ട്. മാതാവിൻ്റെ പൂമാല ഇടാം അങ്ങനെയൊക്കെ. പിന്നെ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഗ്രോട്ടോയുടെ അവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥന ഓൾറെഡി ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ മാതാവിനെ തൊട്ടുമുത്തി. അതിനു മുമ്പ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ. അവിടുത്തെ ഹോട്ടലിലെ ഭക്ഷണം ഒന്നും കൊള്ളത്തിലായിരുന്നു. പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു. കുറച്ചും കൊണ്ട് മാറിയുള്ളൊരു ഹോട്ടലിലാണ് പോയത്. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് കുറച്ചു നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പം 5-5:30 സമയമായിരുന്നു. അപ്പം നല്ല മഴയായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.